ഹായ്, ഞാൻ ഐശ്വര്യ. ഹാൻഡ്ബുക്ക് ട്യൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ AutoCAD ട്യൂട്ടോറിയൽ സീരീസിൻ്റെ 7th പാർട്ടാണ്. ആൻഡ് ഇതുവരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഡ്രോയിങ് ടൂൾസിൽ തന്നെയുള്ള എലിപ്സ് ടൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എലിപ്സിൻ്റെ കമാൻഡ് EL ആണ്. EL ടൈപ്പ് ചെയ്യുക ആൻഡ് എൻ്റർ ചെയ്യാം. അതല്ലാതെ നമുക്ക് റിബണിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ എലിപ്സ് ടൂൾ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കമാൻഡ് വഴി പോവാം. സ്പെസിഫൈ ആക്സസ് എൻഡ് പോയിൻ്റ് ഓഫ് എലിപ്സ് എന്നാണ് നമുക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത്. അപ്പം നമുക്കൊരു പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആക്സസിൻ്റെ ഡിസ്റ്റൻസ് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്കതിൻ്റെ എൻഡ് പോയിൻ്റായിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് ഓർത്തോ ഓൺ ചെയ്യുവാണെങ്കിൽ നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ചെയ്യും. നമുക്ക് ഓർത്തോ ഓൺ ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ കീ F8 ക്ലിക്ക് ചെയ്ത് ഞാൻ ഓർത്തോ ഓൺ ചെയ്തു. ആൻഡ് നമുക്ക് വരുന്ന റിസൾട്ട് 90 ഡിഗ്രി ലൈൻസ് ആയിട്ട്. ആൻഡ് നമുക്കവിടെ ആക്സസ് എൻഡ് പോയിൻറ്റ് ഒരു 50 ഡിസ്റ്റൻസിൽ കൊടുക്കാം. ഓക്കെ, 50 ഞാൻ ടൈപ്പ് ചെയ്തു. ആൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും. അതായത് ഈ പോയിൻ്റ് മുതൽ ഈ ഒരു പോയിൻ്റ് വരെയാണ് നമുക്ക് ഈ 50 ഡിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെൻറ്റർ ടു നെക്സ്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വരിക. ആൻഡ് ആ ഒരു ആക്സിസ് ലൈന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. നമുക്കവിടെ ഒരു 20 കൊടുക്കാം. ആൻഡ് 20 കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റിസൾട്ട് ഇതാണ്. അതായത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്തത് 50 ആയിരുന്നു. ആൻഡ് നമ്മൾ സെൻറ്റർ ടു ഈ ഒരു പോയിൻ്റ് വരെ കൊടുത്തത് 20 ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് 40 ഉണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് DLI കമാൻഡാണ്. ഡയമെൻഷൻ ലീനിയറിൻ്റെ കമാൻഡാണ് DLI. ഫസ്റ്റ് നമ്മൾ കൊടുത്ത ആക്സിസ് ലൈൻ ഇതായിരുന്നു. ഫസ്റ്റ് പോയിൻറ്റ് സെൻറ്റർ പോയിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുത്ത വാല്യൂ ആയ 50 ആണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കൊടുത്തത് സെൻറ്റർ ടു ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്ത 20 ആണ് ആ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്കിവിടെ എലിപ്സ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 സബ് ഓപ്ഷൻസ് കാണാം, ആർക്ക് ആൻഡ് സെൻറ്റർ. അതിൽ ഫസ്റ്റ് സെൻറ്റർ ഓപ്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമുക്ക് ഒരു സെൻറ്റർ പോയിൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എലിപ്സ് അവിടെ വരയ്ക്കാൻ പറ്റും. സെൻറ്റർ പോയിൻറ്റ് ക്ലിക്ക് ചെയ്ത് സ്പെസിഫൈ ചെയ്യുക. ആൻഡ് ദെൻ നമുക്ക് വരുന്നത് ആക്സസിൻ്റെ എൻഡ് പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഓർത്തോ ഓഫ് ചെയ്തിട്ട് ആംഗിൾഡ് ലൈൻസ് ആയിട്ട് അവിടെ കൊടുക്കുകയും ചെയ്യാം. ഒരു 30 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. സോ നമുക്ക് വരെ ആ ഒരു ആക്സസിൻ്റെ ഡിസ്റ്റൻസ് 60 ആണ്. അതായത് 30 + 30. നമ്മൾ ഫസ്റ്റ് കൊടുത്തത് മേജർ ആക്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ മൈനർ ആക്സസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആക്സസ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് അവിടെ ഒരു 20 കൊടുക്കാം. 20 കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 40 ആയിട്ടും ഞാൻ സെൻറ്റർ ടു എൻഡ് പോയിൻറ്റിലേക്ക് ഡിസ്റ്റൻസ് 20 ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് DAL കമാൻഡാണ്. ഡയമെൻഷൻ അലൈൻഡിൻ്റെ കമാൻഡാണ് DAL. സെൻറ്റർ പോയിൻറ്റ് ടു ആക്സിസിൻ്റെ എൻഡ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത 20യും ആൻഡ് ഓപ്പോസിറ്റ് ആക്സിസ് നമ്മൾ കൊടുത്ത് 30 ഡിസ്റ്റൻസും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എലിപ്സ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന സബ് ഓപ്ഷനാണ് ആർക്ക്. ആർക്കാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു എലിപ്റ്റിക്കൽ ആർക്കാണ് വരയ്ക്കാൻ പറ്റും. അവിടെയും നമുക്ക് സെൻറ്റർ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെൻറ്റർ പോയിൻറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെയും വരയ്ക്കാം. അതല്ലാതെ നമുക്ക് ആക്സസ് എൻഡ് പോയിൻറ്റ്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ സെൻറ്റർ ഓപ്ഷൻ കൊടുക്കാതെ വരയ്ക്കും ചെയ്യും. ഞാനിവിടെ ഒരു പോയിൻ്റ് കൊടുക്കുവാണ്. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് 60 ആയിട്ടും ആൻഡ് ഓപ്പോസിറ്റ് ആക്സിസ് സെൻറ്റർ ടു എൻഡ് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ 20യും കൊടുത്തു. 20 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എലിപ്സ് അവിടെ വന്നിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റുമാണ്. നമുക്ക് എവിടെ മുതൽ എവിടെ വരെയാണ് ആർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് അവിടെ കൊടുക്കുക. ആൻഡ് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻഡ് പോയിൻ്റ് ആയിരിക്കും നമുക്ക് അവിടെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ വരെ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ സ്പെസിഫൈ ചെയ്യാം. ആൻഡ് ഇനി നമുക്കൊന്ന് ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്ത് വരച്ച് നോക്കാം. F12 ആണ് ഡൈനാമിക് ഇൻപുട്ടിൻ്റെ ഫംഗ്ഷൻ കീ. ഇവിടെ നമുക്കൊന്ന് സെൻറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, സെൻറ്റർ ഓപ്ഷൻ കൊടുത്തു ആൻഡ് സെൻറ്റർ പോയിൻറ്റ് ക്ലിക്ക് ചെയ്തു. ആൻഡ് നമുക്കവിടെ എൻഡ് പോയിൻറ്റ് ഒരു 30യിൽ കൊടുക്കാം. സെൻറ്റർ ടു എൻഡ് പോയിൻറ്റ് ഡിസ്റ്റൻസ് ആണല്ലോ 30. ആൻഡ് നെക്സ്റ്റ് എൻഡ് പോയിൻറ്റ് നമുക്കൊരു 20യിൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് കൊടുക്കേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റുമാണ്. ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് കഴ്സർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണ് നമുക്ക് 0 ഡിഗ്രി വരുന്നത്, എന്നാൽ എവിടെയാണ് 90 ഡിഗ്രി 180 ഡിഗ്രി ഒക്കെ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 0 ഡിഗ്രി ആയിട്ട് വരുന്നത് ടോപ്പിലാണ്. ആൻഡ് അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളവിടെ ആംഗിൾ ടൈപ്പ് ചെയ്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് ഒരു 30 കൊടുക്കാം.
30 ടൈപ്പ് ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 30 ഡിഗ്രിയിൽ നിന്നായിരിക്കും നമുക്കവിടെ ആർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഞാനൊരു 180 ആണ് കൊടുക്കുന്നത്. 180 കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 180 പോയിന്റിലായിരിക്കും നമുക്കവിടെ എൻ പോയിന്റ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതായത് നമ്മളവിടെ ഒരു ലൈന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ അവിടെ ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് DAN ആണ്. ഡയമെൻഷൻ ആംഗിൾ വരുന്ന കമാൻഡാണ് DAN. ഞാൻ ഈ ഒരു ലൈനുമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വരുന്ന റിസൾട്ട് നേരത്തെ നമ്മൾ കൊടുത്ത അത് 30 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. ആൻഡ് നമ്മൾ ഈ ഒരു ആർക്കിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രിപ്പ് ബോക്സസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് പിന്നെയും ഈ ആർക്കിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഈ ഏറോ മാർക്സ് യൂസ് ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇത്രയാണ് എലിപ്സ് ടൂളിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അതുപോലെ ഫീഡ്ബാക്ക്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ അക്കൗണ്ട് വഴിയോ ഞങ്ങളെ അറിയിക്കാം. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ